ഇന്ത്യയിലെ ഏറ്റവും വലിയ കോച്ചിങ് ഹബ്ബാണ് രാജസ്ഥാനിലെ കോട്ട എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കോട്ട ഒരു പ്രേത നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് റീസെന്റ് ആയിട്ടുള്ള പത്ര റിപ്പോർട്ടുകൾ, വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എന്താണ് കോട്ട ഒരു പ്രേത നഗരമാകുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോട്ടയിൽ ഓരോ വർഷവും വന്ന് പഠിക്കാറുള്ളത് സാധാരണ 2.5 ലക്ഷം വിദ്യാർത്ഥികളാണ്. എന്നാൽ ഈ കഴിഞ്ഞ വർഷം വെറും 85,000 വിദ്യാർത്ഥികൾ മാത്രമാണ് കോട്ടയിൽ എത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല 7,000 കോടി വരുമാനം ഉണ്ടായിരുന്ന കോട്ടയിലെ കോച്ചിങ് ഇൻഡസ്ട്രിയുടെ റവന്യൂയിൽ ഗണ്യമായിട്ടുള്ള ഒരു കുറവ് വരികയും അത് നേർപകുതിയായി 3,500 കോടിയായി മാറുകയും ചെയ്തു. എന്താണ് കോട്ടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കോട്ടയിലെ കോച്ചിങ് മോശമായതാണോ കാരണം? അല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം കൂടുതൽ ആളുകൾ ഓൺലൈനിലോട്ട് കോച്ചിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇത് ആക്ച്വലി ഇമ്പാക്ട് ചെയ്യുന്നത് കോട്ടയിലെ ഏതാനും ചില കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ഡെവലപ്പ് ചെയ്ത് വന്ന വലിയൊരു ഇൻഫ്രാസ്ട്രക്ചറിനെ കൂടിയാണ്. ഒരുപാട് ആളുകൾ അവിടെ ഹോസ്റ്റൽസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ വീടുകൾ ഹോസ്റ്റലുകളാക്കി മാറ്റിയിട്ടുണ്ട് കുട്ടികൾക്ക് റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ഓട്ടോക്കാരുണ്ട്, ഹോട്ടലുകളുണ്ട്. ഇവരെ എല്ലാവരെയുമാണ് കോട്ടയിലുള്ള ഈ ഒരു ഷിഫ്റ്റ് കൃത്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സ്റ്റുഡൻസ് ഓൺലൈനിലോട്ടുള്ള ഒരു ചേക്കേറുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ഈ അടുത്ത് വന്ന ഒരു പത്ര റിപ്പോർട്ട്, ANIയിൽ വന്നൊരു റിപ്പോർട്ട് ഞാൻ വായിക്കാം. 90% ഓഫ് ഓഫ്ലൈൻ കോച്ചിങ് സെന്റേഴ്സ് വിൽ ഡിസപ്പിയർ വിത്തിൻ 15 years. ഇത് പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേറ്റർ ആനന്ദ് കുമാറാണ്. ആനന്ദ് കുമാർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. സൂപ്പർ 30 എന്നുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന്റെ, വളരെ ഫേമസ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിന്റെ ഫൗണ്ടറാണ് ആനന്ദ് കുമാർ എന്നുള്ളത്. അപ്പോൾ ഒരു 90% കോച്ചിങ് സെന്റേഴ്സും ഓഫ്ലൈൻ കോച്ചിങ് സെന്റേഴ്സും അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പൂട്ടിപ്പോകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസിന്, ഏറ്റവും ബെസ്റ്റ് സിലബസ്, ഏറ്റവും ബെസ്റ്റ് കണ്ടന്റ് അവരുടെ വീടുകളിലെ കംഫർട്ടിൽ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. കേരളത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ അനുബന്ധമായിട്ട് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ ഞാൻ കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെൻഡ് എന്നുള്ളത്, ആക്ച്വലി കോവിഡിന്റെ സമയത്ത് ഒരുപാട് ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരളത്തിൽ വന്നു. ഒരുപാട് ഓഫ്ലൈൻ ചെറുകിട സെന്റേഴ്സ് കേരളത്തിൽ പൂട്ടിപ്പോയി എന്ന് തന്നെ പറയാം. ഒരുപാട് എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് അല്ലെങ്കിൽ ട്യൂഷൻ സെന്റേഴ്സ് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. അത് പലതും ഇപ്പോൾ ഒരു അതിൻ്റെ ഒരു എൻഡ് അവസ്ഥയിലാണ് പല സെന്റേഴ്സും ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. എന്ന് മാത്രമല്ല ഈ ഒരു ഓൺലൈൻ വന്നതോട് കൂടിയിട്ട് ഒരുപാട് സ്റ്റുഡൻസ്, കോച്ചിങ്ങിലെ ഇല്ലാതിരുന്ന ഒരുപാട് സ്റ്റുഡൻസ്, ട്യൂഷനെ പോകാതിരുന്ന ഒരുപാട് സ്റ്റുഡൻസ് അതിൻ്റെ ഒരു ഉള്ളിലോട്ട് വന്നു, ഒരു ഓൺലൈൻ ട്യൂഷനിലോട്ടും മറ്റും വന്നു. എന്നാൽ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നത് ഞാൻ ഒബ്സർവ് ചെയ്തത്, ഒരുപാട് ഓൺലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് വന്ന് നല്ല ലാഭം ഉണ്ടാക്കിയ പല ആളുകളും ഓഫ്ലൈനിലോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. വലിയൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൊടുത്തിട്ട് അവർ, കാരണം ഒരു ഓഫ്ലൈനിലോട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 500 കുട്ടികൾക്കുള്ള ഫെസിലിറ്റി ഉണ്ടാക്കണം. 500 കുട്ടികൾക്കുള്ള ഫെസിലിറ്റി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 500 കുട്ടികൾക്കുള്ള ക്ലാസ് റൂമുകൾ വേണം. അടുത്ത വർഷം 500 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ സൗകര്യം വേണം. ഈ കാര്യങ്ങൾ അത് അടുത്ത വർഷം ഡബിൾ ആയിട്ട് മാറും, 500 ഉള്ളത് 1000 മാറും. ഇത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ ഇവിടെയുള്ള റിസ്ക് എന്നുള്ളത്, അടുത്തൊരു വർഷം കൂടുതൽ കുട്ടികൾ ഓൺലൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ 1000 സ്റ്റുഡൻസിന് വേണ്ടി അല്ലെങ്കിൽ 500 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിൽ 250 ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അവർ സ്പെൻഡ് ചെയ്ത ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥാവിശേഷമാണ് അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരു ഓഫ്ലൈനിലോട്ട് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ റിസ്കിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. കോച്ചിങ് സെന്റേഴ്സ് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന കോച്ചിങ് സെന്റേഴ്സ് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് എടുക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഓൺലൈൻ തന്നെ ഇന്ന് ഓൺലൈൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിലൊരു കോച്ചിങ് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ വളരെ പേരുണ്ടാക്കിയ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ആദ്യം ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് അവരെല്ലാവരും റൺ ചെയ്തിരുന്നത് എന്ന് കാണാൻ സാധിക്കും. കാരണം ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് അവിടെ ഉണ്ട്. അവരെല്ലാ സ്റ്റുഡൻസിനെയും, ഒരു ലിമിറ്റഡ് സെറ്റ് ഓഫ് സ്റ്റുഡൻസിനാണ് അവർ പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു ഓൺലൈനിലെ ഭൂമിയിൽ സംഭവിച്ച കാര്യങ്ങൾ, ഒരുപാട് കുട്ടികൾ ഈ ഒരു കോച്ചിങ്ങിൻ്റെ ഒരു ഇൻഡസ്ട്രിയുടെ ഉള്ളിലോട്ട് വന്നു, ഓൺലൈനിലോട്ട് വന്നു. ആ കുട്ടികളിൽ പലരും അവർ ഓഫ്ലൈനിലോട്ട് വരാനൊരു താല്പര്യം പ്രകടിപ്പിച്ചു. ആ താല്പര്യത്തെ മാനിച്ചുകൊണ്ട് ഒരുപാട് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ മൾട്ടിപ്പിൾ സെന്റേഴ്സ് തുടങ്ങി, മൾട്ടിപ്പിൾ സ്കൂൾസ് ഏറ്റെടുത്തു. ഇത് അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ, കാരണം ഈ ഒരു ഓഫ്ലൈനിൽ ക്വാളിറ്റി സ്കെയിലപ്പ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഒരു നല്ലൊരു സെറ്റ് ഓഫ് ഫാക്കൽറ്റി അവർക്ക് ഉണ്ടായിരുന്നു. ഇനി അവർക്ക് ഇപ്പോൾ കാറ്റർ ചെയ്യുന്നതിനേക്കാൾ ഒരു 3 ഇരട്ടി സ്റ്റുഡൻസിനെ കാറ്റർ ചെയ്യാൻ ഇപ്പോൾ കിട്ടിയേക്കാം, അത് ലാഭവുമായിരിക്കും. പക്ഷേ ആ 3 ഇരട്ടി സ്റ്റുഡൻസിനെ കാറ്റർ ചെയ്യാവുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി ഫാക്കൽറ്റീസ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും വേണ്ട നല്ല ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പല ആളുകളും, പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും കേൾക്കുന്ന പരാതി എന്താ?
ക്ലാസ് നല്ലതാണോ അല്ലേ എന്നുള്ള പരാതി ഒരു ഭാഗത്തുണ്ട്. അതിലപ്പുറം ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ബക്കറ്റ് ഇല്ല, അല്ലെങ്കിൽ ടാപ്പ് വർക്കിംഗ് അല്ല, അവിടുത്തെ ഫാന് വർക്കിംഗ് അല്ല, അവിടെ ഇരിക്കാൻ മര്യാദക്ക് കസാരയില്ല തുടങ്ങിയിട്ടുള്ള പരാതികളാണ് കോച്ചിങ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ കോച്ചിങ് ഇൻഡസ്ട്രി പരിഹരിക്കേണ്ടി വരുന്നത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇത് കോച്ചിങ് ബിസിനസ് എന്നതിന് പകരം ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലോട്ട് മാറുകയും അത് ഭാവിയിൽ എല്ലാവർക്കും ഒരു അപകടമായി തീരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഈ കപ്പാസിറ്റി ഒക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ഇനി ഓൺലൈനിലോട്ട് കുട്ടികൾ കൂടുതൽ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റി ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നല്ല കോച്ചിങ് ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ, നല്ല ടീച്ചേഴ്സിനെ ഓൺലൈനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, നല്ല ഫാക്കൽറ്റീസ്, നല്ല മെറ്റീരിയൽ ഉണ്ടായി കഴിഞ്ഞാൽ, നല്ലൊരു സിസ്റ്റം ഓൺലൈനിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികൾ ഓൺലൈനിൽ തന്നെ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള, ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ ഒരുപാട് കുട്ടികളോട് സംസാരിക്കാറുണ്ട്. എല്ലാ കുട്ടികളും പറയുന്നൊരു കാര്യം എന്നുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയലും നല്ല ക്വാളിറ്റി ടീച്ചിങ്ങും നല്ല ക്വാളിറ്റി കണ്ടന്റും നല്ല ക്വാളിറ്റിയിലുള്ള എക്സാംസും ഒക്കെ നടത്തപ്പെടുകയാണെങ്കിൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈനിലാണ്. കാരണം നല്ല ഫാക്കൽറ്റീസിനെ കിട്ടും, അവർക്ക് അവരുടെ വീടിൻ്റെ കംഫർട്ടിലിരുന്ന് അവർക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്നുള്ളത് ഈ ആനന്ദ് കുമാർ പറഞ്ഞതുപോലെ ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്റേഴ്സ് എന്നുള്ളതിൽ ഭൂരിഭാഗം എണ്ണവും വിത്തിൻ 5 or 6 years ഇല്ലാതാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. കോട്ട ഇന്ത്യയിലെ ഒരു പ്രേതനഗരമായി മാറുമ്പോൾ അതിൽ നമുക്ക് കേരളത്തിലും ചില ലെസൺസ് പഠിക്കാനുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും പ്രേതനഗരങ്ങൾ ഉണ്ടാവുമോ? എന്താണ് ഓൺലൈൻ കോച്ചിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഓഫ്ലൈൻ കോച്ചിങ്ങിനെ കുറിച്ച് അഭിപ്രായം? എന്താണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? കുട്ടികളും പാരൻസും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.